എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ലിമ പത്മനാഭ. നമ്മൾക്ക് വൈകുണ്ഠ ഏകാദശിയാണ് ഈ ജനുവരി 10 വരുന്നത്. വളരെ വിശേഷപ്പെട്ടതാണ്. ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞു. ആ സമയത്ത് ഗുരുവായൂർ ഏകാദശി എടുത്തവരെല്ലാവരും തന്നെയും വൈകുണ്ഠ ഏകാദശിയും എടുക്കണം എന്നാണ് പത്മപുരാണത്തിൽ പറയുന്നത്. അത്രയ്ക്ക് വളരെയധികം വിശേഷപ്പെട്ടതാണ് ഈ വൈകുണ്ഠ ഏകാദശി. ഇഹലോകത്തിലെ നമ്മുടെ എല്ലാ സൗഖ്യങ്ങളും നേടാനും പരലോകത്ത് മോക്ഷം പ്രദാനം ചെയ്യുന്നതും ഈ ഏകാദശിയാണ്. ഈ വൈകുണ്ഠ ഏകാദശി ഭഗവാന്റെ സ്ഥാനമെന്ന് നമുക്കറിയാമല്ലേ. വൈകുണ്ഠം സാക്ഷാൽ പരബ്രഹ്മം, സാക്ഷാൽ മഹാവിഷ്ണു. ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവ്വലോകൈകനാഥം എന്നാണ് നമ്മൾ എപ്പോഴും ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. വിശ്വാകാരം എന്നും പറയും. ഈ പ്രപഞ്ചത്തിൻ്റെ രൂപമാണ് ഭഗവാന്. മുഴുവൻ ആധാരമായി നിൽക്കുന്നതാണ്. എന്ത് വാക്ക് പറഞ്ഞാലും മതിയാവില്ല അദ്ദേഹത്തെ പുകഴ്ത്താൻ. ആ ഭഗവാന്റെ ആവാസസ്ഥാനമാണ് നമ്മൾ വൈകുണ്ഠമായിട്ട് പറയുന്നത്. ആ വൈകുണ്ഠത്തിൽ നമ്മൾക്ക് വേണ്ടി, ഭക്തർക്ക് വേണ്ടി വാതിൽ തുറന്നിടുന്ന ദിവസമാണ് ഈ വൈകുണ്ഠ ഏകാദശി. അത് വർഷത്തിലൊരിക്കൽ മാത്രമാണ്. ദേവന്മാർ പോലും ഇതിനൊരു മുക്കോടി ഏകാദശി എന്നൊരു പേരുണ്ട് കേട്ടോ. വൈകുണ്ഠ ഏകാദശിക്ക് മുക്കോടി ഏകാദശി. എന്തത്? 30 മുക്കോടി ദേവന്മാരും ഭഗവത് ദർശനം കിട്ടാൻ, ഭഗവാന്റെ ഒരു സാമീപ്യം കിട്ടാൻ ഇന്നത്തെ ദിവസമാണ് വളരെ വ്രതമെടുത്ത് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. ഈ ഏകാദശിക്ക് പുത്രത ഏകാദശി എന്നൊരു പേരുണ്ട്. ഭാഗവത്തിൽ യുധിഷ്ഠിരനോട് ഭഗവാൻ പറയുന്നു, നല്ല യോഗ്യനായ പുത്രൻ ജനിക്കാൻ ഈ വൈകുണ്ഠ ഏകാദശി എടുക്കണം. അത് ഒത്തിരി ഫലപ്രദമാണ്. കാരണം എല്ലാ ദുഃഖങ്ങളും മാതാപിതാക്കളുടെ ആ പുത്രൻ മാറ്റിത്തരും ഇന്നത്തെ ദിവസം വ്രതമെടുത്ത് കിട്ടുന്ന പുത്രനെ എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പുത്രത ഏകാദശി എന്നൊരു പേരുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് പുറകോട്ട് പോവുകയാണെങ്കിൽ ജംഗമാലൻ എന്ന് പറയുന്നൊരു അസുരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് മുരൻ എന്ന് പറയുന്ന അസുരൻ. അവർ നരകാസുരൻ നമുക്കറിയാം അല്ലേ. ദ്വാപരയുഗത്തിൽ നരകാസുരനാണ്. അതൊരു വലിയ സ്റ്റോറിയാണ്. അത് നമുക്ക് വേറൊരു സമയത്ത് പറയാം. നരകാസുരൻ 16,000 സ്ത്രീകളെ തടവിൽ പാർപ്പിച്ചതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ദ്വാപരയുഗത്തിൽ. അദ്ദേഹത്തിൻ്റെ സർവ്വ സൈന്യാധിപനായിരുന്നു ഈ മുരൻ എന്ന് പറയുന്ന അസുരൻ. അപ്പോൾ ഒരുപാട് അസുരന്മാരെയും ഈ ദേവന്മാരെ നശിപ്പിക്കുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് പൊറുതിമുട്ടി. അദ്ദേഹം എന്ത് ചെയ്തു? നേരെ ചെന്ന് ബ്രഹ്മാവിനെ തപസ് ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് ഒരു വരം തന്നേ പറ്റുള്ളൂ, എനിക്ക് ആരാലും ഞാൻ മരണപ്പെടാൻ പാടില്ല. അപ്പം ഭഗവാൻ പറഞ്ഞു, അങ്ങനെയില്ല, അങ്ങനെ എനിക്കൊന്നും വരം തരാൻ പറ്റും. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യൂ, എനിക്ക് ആയുധവുമായിട്ട് എന്നെ യുദ്ധത്തിന് വരുന്നവർ എന്നെ തൊട്ട് കഴിഞ്ഞാൽ അവൻ ആ സമയം ഭസ്മാവണം, അങ്ങനെയുള്ള രീതിയിൽ എനിക്കൊരു വരം തരണം. ഫിസിക്കലി എനിക്ക് പറ്റത്തില്ല. ശരി, അത് നിനക്ക് അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പോയി അദ്ദേഹം എന്ത് ചെയ്തു? പാതാളം, ഭൂമി, സ്വർഗം എല്ലായിടത്തെയും എല്ലാവരെയും യുദ്ധം ചെയ്ത് നശിപ്പിക്കും. എല്ലാവർക്കും ഈ വരത്തിൻ്റെ കാര്യം അറിയുന്നതുകൊണ്ട് നേർക്ക് നേരെ ഒന്ന് പൊരുതാൻ പോലും ആർക്കും ഒരു ധൈര്യവുമില്ല. അങ്ങനെ എല്ലാവരും നശിപ്പിച്ച് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ചെന്നപ്പോൾ ദേവേന്ദ്രനെ ചെന്ന്, നിന്നെ ഞാനിപ്പോൾ പിടിക്കുന്നു. ദേവേന്ദ്രൻ പറഞ്ഞു, നീ ഒന്ന് യമനെ ഒന്ന് യമധർമ്മ രാജാവിനെ നിനക്കറിയാമല്ലോ, അദ്ദേഹത്തെ നീ ഒന്ന് തോൽപ്പിച്ചേ, ഞാനൊന്ന് കാണട്ടെ, എന്നാൽ ഞാൻ നിന്നെ സമ്മതിക്കാം എന്ന് പറഞ്ഞ് നേരെ യമരാജാവിൻ്റെ അടുത്തെത്തും. യമരാജാവ് എന്ത് ചെയ്തു? അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു, എന്നെക്കാളും വലിയവനാണ് മഹാവിഷ്ണു, അദ്ദേഹത്തെ പോയി കണ്ടോളൂ, എന്നെ അങ്ങ് വിട്ടേക്ക് കൂട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് നേരെ ചെന്നു. അപ്പോൾ മഹാവിഷ്ണു എന്ത് ചെയ്തു? ബദരിയാശ്രമത്തിൽ അദ്ദേഹം ഒരു ഗുഹയിൽ കയറി വെളിയിൽ വന്നത് ഒരു സ്ത്രീ രൂപത്തിലായിരുന്നു. അതൊരു മോഹിനി രൂപത്തിൽ, എല്ലാവരെയും മയക്കുന്ന മോഹിനി രൂപമാണ്. ആ ദിവസം ആ ഒരു ശക്തി ദേവിയായി വന്നാണ് മുരനെ നശിപ്പിച്ചതെന്ന് പറയുന്നു. അതിൽ ആ ഏകാദശി ദിവസമായതുകൊണ്ട് ആ ദേവിക്ക് ഏകാദശി എന്ന് പേരിട്ടു. എന്ത് വരം വേണം എന്ന് ചോദിച്ചപ്പോൾ ആ ദേവി പറഞ്ഞു, ഈ ദിവസം ഏകാദശി ദിവസം എന്നെ പ്രാർത്ഥിക്കുന്നവർ, എൻ്റെ പേരിൽ വ്രതമെടുക്കുന്നവർ എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവണം, അവരുടെ പ്രാർത്ഥന എനിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഭഗവാൻ അത് അനുവദിച്ചു. അതാണ് ഏകാദശി, എല്ലാ ഏകാദശികളുടെയും പ്രാധാന്യമുള്ളത്. പിന്നെ ഈ വൈകുണ്ഠ ഏകാദശി എന്ന് പറയുമ്പോൾ ഭഗവാൻ ഭക്തർക്ക് വേണ്ടി, ദേവന്മാർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്വർഗവാതിൽ തുറന്നിടുന്ന ഒരു ദിവസമാണ്. തമിഴ്നാട്ടിലൊക്കെ വടക്കുവാസൽ എന്ന് പറയും. വടക്കുവാസൽ ഭയങ്കരമായിട്ട് അലങ്കരിച്ച് ഒരു മുൻവശത്തെ വാതിൽ കൂടെ കയറി
പിൻവാതിലിൽ കൂടെ ഇറങ്ങുക. കാരണം സ്വർഗത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു, ഭഗവാന്റെ കൂടെ കടന്നു പോകുന്നുള്ളതാണ്. ഗുരുവായൂർ ഭയങ്കര വിശേഷമാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ, ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വിശേഷമാണ്, ശ്രീവരാഹ ക്ഷേത്രത്തിൽ വിശേഷമാണ്, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിശേഷമാണ്, തിരുപ്പതി വിശേഷമാണ്. എല്ലാ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും ഓരോരോ വാതിലുകൾ ഇതേപോലെ പ്രത്യേകമായി ആ കടന്നു പോകാനൊരു വാതിൽ, ഇറങ്ങിപ്പോകാനും വാതിൽ. കാരണം ഭഗവാന്റെ കൂടെ നമ്മൾ യാത്ര ചെയ്ത് സ്വർഗത്തിലൂടെ ഇറങ്ങി നമ്മൾ വെളിയിലേക്ക് വരുന്നു. അപ്പോൾ നമ്മൾക്ക് സ്വർഗ്ഗലബ്ധി ലഭിച്ചു എന്നാണ് ഈ പറയുന്ന ദിവസം വ്രതം എടുത്ത് ചെയ്യുമ്പോൾ. ഈ വ്രതത്തിൻ്റെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. ഒരു ഏകാദശിയിലേത് ദശമി ഒരു നേരം അരിയാഹാരം, ഏകാദശിക്ക് കംപ്ലീറ്റ് അരിയും മറ്റ് ധാന്യങ്ങളും ഒഴിവാക്കിയിട്ട് ഉള്ള മിതമായ ഭക്ഷണത്തോടു കൂടിയിട്ടുള്ള ഏകാദശി വ്രതം, ദ്വാദശി വ്രതം ഒരു നേരം അരിയാഹാരം കഴിച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ ദിവസം നമ്മൾ ഭഗവാന്റെ ഭജനകളാണ് നടത്തേണ്ടത്. നമ്മൾ ഏത് വ്രതം എടുത്താലും നമ്മുടെ ഉള്ളിൽ നാമജപമാണ് നിൽക്കേണ്ടത്, അല്ലേ? കലിയുഗത്തിൽ ഏറ്റവും വിശേഷപ്പെട്ട സാധന എന്ന് പറയുന്നത് നാമജപം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ വൈകുണ്ഠ ഏകാദശിക്ക് കലിസന്ധാരണ മന്ത്രമാണ് ജപിക്കേണ്ടത്. കലിസന്ധാരണ മന്ത്രം എന്ന് പറയുന്നതാണ് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ ഹരേ രാമ 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 ഹരേ ഹരേ പറയുമ്പോൾ 16 അക്ഷരങ്ങളായി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, അതും 16 അക്ഷരങ്ങളായി. ആ ഓരോ അക്ഷരത്തിനും ഇപ്പോൾ ടോട്ടൽ നമ്മൾ പറയുമ്പോൾ 32 അക്ഷരങ്ങൾ പറയുമ്പോൾ ആ 32 വിഷ്ണു പാർഷദന്മാർ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു എന്നാണ് ഭഗവത് കാരുണ്യം കൊണ്ട്. ഈ വൈകുണ്ഠ ഏകാദശി ദിവസം ഇത് ജപിക്കുമ്പോൾ അല്ലാതെയും എൻ്റെ ഫലം പറയുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ആലോചിക്കൂ. തിരുവനന്തപുരത്ത് അഭേദാനന്ദ ആശ്രമത്തിൽ 365 ദിവസവും 24 മണിക്കൂറും വലം വെച്ചുകൊണ്ട് ജപിക്കുന്ന മന്ത്രമാണ് ഈ കലിസന്ധാരണ മന്ത്രം. അപ്പോൾ ഈ ഭാഗത്തോ ഈ തിരുവനന്തപുരം പ്രദേശത്തൊക്കെ എത്ര വിഷ്ണു പാർഷദന്മാർ തിങ്ങി നിറഞ്ഞാണ് ഇരിക്കുന്നതെന്നുള്ള ആലോചിച്ച് നോക്കൂ. അത്രയും മഹാഭാഗ്യമാണ് തിരുവനന്തപുരം നിവാസികൾക്കുള്ളത്. അതേപോലെ ഓരോ ക്ഷേത്രങ്ങളിലും നമ്മൾ പോകുമ്പം ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഈ മന്ത്രജപം തന്നെയാണ്. അമ്പലപ്പുഴ ആയാലും ഗുരുവായൂരായാലും തിരുപ്പതി പോയാലും തിരുപ്പതി പിന്നെ ഗോവിന്ദ ഗോവിന്ദ എന്നാണ് വിളിക്കുക. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഭഗവത് നാമജപം ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഭക്ഷണം പാകം ചെയ്യുമ്പോഴും കറിക്കരിയുമ്പോഴും അലക്കുമ്പോഴും എന്ത് ജോലി ചെയ്യുമ്പോഴും മനസ്സിൽ നാമജപം ഇങ്ങനെ നടക്കണം. 2 അക്ഷരവും 3 അക്ഷരമുള്ള നിങ്ങളുടെ ഇഷ്ട നാമജപം. ഏതും നദികളെല്ലാം ഒഴുകുന്നത് കടലിൽ ചേരാനാണ്. അതേപോലെ ഏത് നാമം ഏത് ഭഗവാൻ ജപിച്ചാലും 33 ദേവന്മാർ നമുക്ക് ആർഷഭാരതത്തിലുണ്ട്. ആർഷ സംസ്കാരത്തിൽ നമ്മുടെ ഈ ചൈതന്യത്തായിട്ട് 33 ദേവൻ. ഏത് ദേവനെ വിചാരിച്ചാലും ഏത് ദേവനെ വിളിച്ചാലും അത് സാക്ഷാൽ പരബ്രഹ്മത്തിൽ തന്നെയാണ് ചെന്നെത്തുന്നത്. അതുകൊണ്ട് ഏത് നാമജപം വേണം, ഇരിക്കും നടക്കുമ്പോൾ കിടക്കുമ്പോൾ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇങ്ങനെ ജപിക്കുമ്പോൾ മറ്റുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ല. ഞാൻ പറഞ്ഞു മനസ്സൊരു കുരങ്ങിനെ പോലെയാണ്. മുമ്പൊരു എപ്പിസോഡ് ഞാൻ പറഞ്ഞായിരുന്നു, മനസ്സൊരു കുരങ്ങിനെ പോലെയാണ്. ഒരു ചില്ലയിൽ നിന്ന് വേറൊരു ചില്ലയിലേക്ക് ചാടി കുരങ്ങ് പോകുന്നത് പോലെ നമ്മളുടെ ചിന്തകളും 16,000 ചിന്തകളാണ് ഒരു ദിവസം ഒരു മനുഷ്യൻ്റെ മനസ്സിൽ കൂടെ പോകുന്നത്. പക്ഷേ കുറേ പക്ഷികളിരിക്കുന്ന ഒരു മരത്തിൻ്റെ താഴെ നിന്ന് ഠോ എന്നൊരു ഒച്ച പിടിപ്പിച്ച് കഴിഞ്ഞാൽ ആ പക്ഷികളെല്ലാം പറന്നു പോകും മരത്തുനിന്ന്, അല്ലേ? മരം ഒറ്റയ്ക്കോ? അതേപോലെയാണ് നമ്മൾ ഈ നാമജപം ഇങ്ങനെ നടത്തിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ഈ ചിന്തകൾക്ക് കടന്നു വരാനും സ്ഥലമില്ല. നമ്മുടെ ചിന്തകൾ ഉള്ളതെല്ലാം വിട്ടു പോയി നമ്മളൊരു ശാന്തമായ അവസ്ഥയിൽ നമ്മൾ മാറുന്നു എന്നുള്ളതാണ്. എല്ലാ ആചാരങ്ങളുടെയും എല്ലാ അനുഷ്ഠാനങ്ങളുടെയും മൂലം ഇത് തന്നെയാണ്. നാമജപം കലിയുഗത്തിൽ നമ്മൾക്ക് ആവശ്യം അതാണ്. സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലുമൊക്കെ 2000-3000 വർഷം തപസ് ചെയ്ത ഫലമാണ് ഈ കലിയുഗത്തിൽ ഒരു നിമിഷം ഭഗവാനെ ധ്യാനിച്ച് നമ്മൾ കണ്ണടച്ചിരുന്നാലെന്നാണ് പറയുന്നത്. പക്ഷേ ഈ കലിയുഗത്തിൽ അതിന് സാധ്യമല്ല. ഒരു നിമിഷം പോലും ഇരിക്കാൻ മനുഷ്യന് സാധിക്കുന്നില്ല. ആ സമയത്ത് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരും, തീർച്ചയായിട്ടും വരും. അതുകൊണ്ട് നാമജപമാണെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആ ജപം നമ്മുടെ ഉള്ളിൽ നടക്കുമ്പോൾ നമ്മൾ കൂടി ഭഗവത് മാർഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഭഗവാനിലേക്ക് നമ്മൾ അലിഞ്ഞു ചേരാൻ നമുക്കൊരു സാധ്യത വരികയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ വൈകുണ്ഠ ഏകാദശി ഭഗവാന്റെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് പൂർണ്ണമായും വ്രതമെടുത്ത്, ഞാൻ ഈ പറഞ്ഞതുപോലെ മതി. ദശമി
ഏകാദശി ദ്വാദശി ആ 3 ദിവസത്തെ അങ്ങനെ അതേപോലെ എടുത്തിട്ട് നമ്മൾ പൂർണ്ണമായും ഭഗവത് സമർപ്പണമാണ് നമുക്ക് എല്ലാത്തിനും വേണ്ടത്. നമ്മളുടെ കഴിവല്ല, ഇതൊന്നും എൻ്റെ കഴിവല്ല ഭഗവാനെ, നീയാണെല്ലാം, ഇതം ന മമ, ഇതൊന്നും എൻ്റെ അല്ല. നമ്മൾ ഈ മനുഷ്യൻ എന്ത് അഹങ്കാരമാണ് കാണിക്കുന്നതല്ലേ? നമ്മൾക്ക് എന്താണ് സത്യത്തിൽ നമ്മുടെ എന്ന് പറയാനുള്ളത്? നമുക്ക് പാസ്റ്റില്ല, കഴിഞ്ഞ കാലത്തെ ഒരു നിമിഷം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. വരാൻ പോകുന്നത് എന്തെങ്കിലും നമ്മൾക്കറിയാമോ? അടുത്ത ഈ ഫ്യൂച്ചർ എന്താ നമുക്ക് ഒരു ഐഡിയ ഇല്ല. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നു? പക്ഷേ ഈ നിമിഷം നമ്മളുടേതാണ്. ദിസ് പ്രസൻറ്റ് മൊമെൻറ്റ്, അത് നമ്മൾ ഭഗവാനിൽ എല്ലാം സമർപ്പിച്ച് സർവവും സർവേശ്വരാർപ്പണമസ്തു, സർവം രാധാകൃഷ്ണാർപ്പണമസ്തു എന്ന് പറഞ്ഞ് എല്ലാവരും ഈ വൈകുണ്ഠ ഏകാദശി വ്രതമെടുക്കാൻ പറ്റുന്നവരങ്ങനെ, അല്ലെങ്കിൽ ഭഗവാനെ ധ്യാനം മാത്രം, നമുക്ക് മനസ്സ് അലിഞ്ഞ് ഭഗവാനെ വിളിക്കുകയാണ് വേണ്ടത്. ഏത് സമയത്തും ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവത് കാരുണ്യത്തിന് നമുക്കൊക്കെ പാത്രമാവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ വൈകുണ്ഠ ഏകാദശി, ഈ മുക്കോടി ഏകാദശി നമുക്കെല്ലാവർക്കും ഭഗവത് കാരുണ്യം ഉണ്ടാവാനുള്ളതായിട്ട് മാറട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.